നമ്മളൊക്കെ അത്രയേറെ ആരാധിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ തിയേറ്ററുകളിൽ നിറഞ്ഞ കയ്യടി നൽകി പ്രോത്സാഹിപ്പിച്ച താരങ്ങളാണ് ക്യാമറയ്ക്ക് പിന്നിൽ പെൺകുട്ടികളെ പോലും അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ ആർത്തിയോടെ തിന്നുവാനായിട്ട് അടുക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ഭയമുളവാക്കുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ് അല്ലെങ്കിൽ കാലങ്ങളായി അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു യുവനടി വളരെ ധൈര്യത്തോടെ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതാണ് ഇപ്പോൾ മലയാള സിനിമാ ലോകത്തെ തന്നെ പിടിച്ചുലച്ചിരിക്കുന്നത്. ലജ്ജ തോന്നുന്നു, അറപ്പ് തോന്നുന്നു, വെറുപ്പ് തോന്നുന്നു. അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ, മാന്യതയുണ്ടെങ്കിൽ, ലജ്ജയുണ്ടെങ്കിൽ അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സംഘടനയിൽ നിന്നും സ്ത്രീകൾ ഒഴിഞ്ഞു പോവുക തന്നെ വേണം. ഇപ്പോൾ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വർഷങ്ങൾക്ക് മുൻപ് പീഡിപ്പിച്ചെന്ന വെളിപ്പെടുത്തലുമായി യുവനടി രംഗത്ത് വരുമ്പോൾ കേസെടുക്കുന്നത് സർക്കാർ പരിഗണനയിലാണ്. സിനിമയിലെ അവസരത്തിന് ക്ഷണിച്ച് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് വെളിപ്പെടുത്തൽ. മുൻപ് ഇത് പറഞ്ഞപ്പോൾ ആരും ഒപ്പം നിന്നില്ലെന്നും വളഞ്ഞിട്ട് ആക്രമിച്ചെന്നും നടി പറഞ്ഞു. അല്ലെങ്കിലും അത് അങ്ങനെയാണല്ലോ, ഒരു പെൺകുട്ടി ഒരുപക്ഷെ സധൈര്യം തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അവൾക്കെതിരെ വ്യാപകമായി അല്ലെങ്കിൽ അവളെ ചോദ്യം ചെയ്തുകൊണ്ട് വിമർശനങ്ങളും കമന്റുകളും ഉയരും. അത് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ, അതിപ്പോൾ ഇവിടെ ആകണമെന്നില്ല, എവിടെയാണെങ്കിലും അത് നടക്കുന്നതാണ്. നമുക്കറിയാം എവിടെയെങ്കിലും നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എത്രത്തോളം ഭയത്തോടെയാണ് നമ്മൾ പോകുന്നത് എന്ന്. കാരണം ഒരുപക്ഷെ ഒരാൾ നമ്മുടെ ദേഹത്ത് തൊടണമെന്ന് പോലുമില്ല, ഒരാൾ ദൂരെ മാറി നിന്ന് നമ്മളെ വളരെ രൂക്ഷമായി അല്ലെങ്കിൽ കാമം നിറഞ്ഞ കണ്ണുകളാൽ നോക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണ് എന്നുള്ളത് ഓരോ സ്ത്രീകളോട് അല്ലെങ്കിൽ ഓരോ പെൺകുട്ടികളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ വ്യക്തമായി തന്നെ നമുക്കത് പറഞ്ഞു തരും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഏകദേശം 1 മണിക്കൂറോളം ഈ ഒരു യുവനടി ഈ ഒരു നടന്റെ മുൻപിൽ താൻ ഇനി മരിക്കുമോ അല്ലെങ്കിൽ തന്നെ ഇയാൾ കൊല്ലുമോ അല്ലെങ്കിൽ തന്നെ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഭയത്തിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ ആ ഒരു അനുഭവം അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. ആ ഒരു വീഡിയോയിൽ അവർ വളരെ മാധ്യമങ്ങൾക്ക് മുൻപിൽ യാതൊരു മടിയും കൂടാതെ അല്ലെങ്കിൽ തനിക്കുണ്ടായ അനുഭവം ഇനി ഒരാൾക്കും വരരുത്, അല്ലെങ്കിൽ താൻ എന്താണ് അനുഭവിച്ചത് അതെല്ലാവരും മനസ്സിലാക്കണമെന്നുള്ള ഒരു കാര്യത്തോടു കൂടിയിട്ടാണ് അവർ ഉണ്ടായ അനുഭവം വളരെ ധൈര്യത്തോടു കൂടി തുറന്നു പറഞ്ഞിരിക്കുന്നത്. ആ ഒരു യുവനടൻ 1 മണിക്കൂറോളമാണ് ആ ഒരു പെൺകുട്ടിയെ അതിക്രമിച്ച് ഈ ഒരു മുറിയിൽ പൂട്ടിയിടുകയും അതുപോലെ തന്നെ വളരെ കാമം നിറഞ്ഞ കാര്യങ്ങൾ ആ ഒരു പെൺകുട്ടിയോട് അവർ ചെയ്തതും. തൻ്റെ മുൻപിൽ ഇരുന്നുകൊണ്ടാണ് അയാൾ യാതൊരു ലജ്ജയുമില്ലാതെ മാസ്റ്റുബറേറ്റ് ചെയ്തതുമെന്നും ഈ ഒരു യുവനടി തുറന്നു പറയുന്നുണ്ട്. മാത്രമല്ല വളരെ ലൈംഗിക ചുവയോടുള്ള കാര്യങ്ങളാണ് ആ യുവനടിയോട് ആ നടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും സിദ്ദിഖിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് വലിയ ഗുരുതരമായ ആരോപണമാണ്. ഈ ഒരു പെൺകുട്ടിയെ 1 മണിക്കൂറോളമാണ് ഇത്തരത്തിൽ ആ ഒരു മസ്കറ്റ് ഹോട്ടലിൽ മുറിയിൽ പൂട്ടിയിട്ടുകയും അതുപോലെ തന്നെ അതിക്രൂരമായി അതിക്രമം നടത്തുകയും ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാം സിനിമയിൽ വളരെ ആരാധിക്കുന്ന ഒരു കഥാപാത്രമാണ് സിദ്ദിഖ്. ഏതായാലും അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് പോലും ആ പെൺകുട്ടി കരുതിയിരുന്നില്ല. പക്ഷേ അവർ കുറേ നേരം അവരുടെ അടുത്ത് പിടിച്ചു നിന്നതിന് ശേഷമാണ് ആ ഒരു മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്.